എക്സിറ്റ് പോളിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയ നേതൃത്വങ്ങൾ UDF ഭരണം ഉറപ്പിച്ചെങ്കിലും LDFും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇഞ്ചോടിഞ്ച് മത്സരം പ്രതീക്ഷിക്കാമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ആദ്യം മുന്നണികളുടെ പ്രതീക്ഷകൾ സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. എക്സിറ്റ് പോൾ നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ എക്സിറ്റ് പോളിൽ പോലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന ആശ്വാസത്തിലാണ് LDF. ഇനി 3 മുതൽ 7 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം എന്ന എക്സിറ്റ് പോൾ ഫലത്തിലാണ് NDAയുടെ പ്രതീക്ഷ. 100 സീറ്റ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം എക്സിറ്റ് പോളുകളിലില്ല. എങ്കിലും UDF ഭരണം പിടിക്കുമെന്ന പ്രവചനങ്ങളിലാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി സ്കീമുകൾ അത് UDFന്റെ ഗ്യാരണ്ടി സ്കീമുകളായിട്ട് ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടു. UDFന് നല്ല വിജയസാധ്യതയാണ് ഞങ്ങൾ കണക്കൂട്ടിയത്. എക്സിറ്റ് ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിവെക്കുന്ന എക്സിറ്റ് ഫലങ്ങളാണ്. ജനവിധി UDFന് അനുകൂലമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്ന പിന്തുണയും ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ പ്രതികരണം. ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന രീതിയിൽ 1ാം സ്ഥാനത്ത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് 2 വോട്ടിന്റെ അല്ലെങ്കിൽ 2 സീറ്റിന്റെ വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. ഒരു 5ഓ 8ഓ സീറ്റ് മാറുന്നൊരവസ്ഥ വന്നാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിലേക്ക് വരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റിയിട്ടുണ്ടെന്നാണ് ഇടതുമുന്നണി കൺവീനറുടെ വിലയിരുത്തൽ. മാത്രമല്ല ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായില്ല എന്നത് കടുത്ത മത്സരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എക്സിറ്റ് പോളിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള ഒരു നിലപാട് കേരളത്തിന്റെ യഥാർത്ഥ വിധിയുമായി ബന്ധപ്പെടുന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിലും പ്രകടമല്ല എന്നതാണ് യാഥാർത്ഥ്യം. മുന്നണികൾ തമ്മിലുള്ള കടുത്ത മത്സരം നടക്കുന്ന നിരവധി സീറ്റുകൾ ഉള്ളതിനാൽ ഇരു മുന്നണികൾക്കും ആശങ്കയുണ്ട്. ഒപ്പം ഇത്തവണ താമര വിരിയുമെന്ന പ്രവചനങ്ങൾ NDAയ്ക്കും ആശ്വാസം നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.